to my YouTube channel. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ഹെയർ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പാർലറിലൊക്കെ പോയി ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടും എഫക്റ്റും ഒന്നും നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിന് കിട്ടില്ല. കാരണം അവർ അവിടെ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഭംഗി എന്തായാലും മുടിക്ക് ഉണ്ടാവും. ഞാൻ സാധാരണ എൻ്റെ ഹെയറിൽ ചെയ്യുന്ന ഒരു പാക്കാണിത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി എന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്നുള്ളത്. നമ്മളിത് റെഗുലർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഹെയറിന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുശേഷം ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടത് തേങ്ങാപ്പാലിൻ്റെ ക്രീമാണ്. നമുക്ക് തേങ്ങാപ്പാലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. മുടി സോഫ്റ്റ് ആവാൻ തേങ്ങാപ്പാലിൻ്റെ അത്ര ഗുണം വേറെ ഒന്നിനുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കേർഡാണ്. മുട്ടയും കേർഡും ഒക്കെ മുടീൻ്റെ ഡാൻഡ്രഫ് കളയാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഞാൻ 2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കെടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇനിയിപ്പം കടലമാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മുടിക്ക് നല്ലൊരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇതൊക്കെ ഒറ്റ യൂസിൽ നമുക്ക് കിട്ടില്ല, റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. സോ ഒറ്റയടിക്കൊന്നും നമുക്കൊരു വിസിബിൾ ചേഞ്ച് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഫുള്ളായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഹെയറിലെ ടാങ്കിൾസ് എല്ലാം കളഞ്ഞ് വേണം അപ്ലൈ ചെയ്യാൻ തുടങ്ങാൻ. ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുത്ത് വേണം നമുക്കിത് തേച്ച് കൊടുക്കാൻ. മുടിയിലാണ് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത്. കൂടെ തന്നെ സ്കാൽപ്പിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാം നല്ല ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മുടിയുടെ റൂട്ട് തൊട്ട് എൻഡ് വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സലൂൺസിൽ പോയിട്ട് ചെയ്ത് കിട്ടുന്ന അത്ര ഒരു എഫക്റ്റ് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ കിട്ടില്ല. കാരണം പാർലറിൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഭംഗി എന്തായാലും ഉണ്ടാവും. റെഗുലറായിട്ട് നമ്മളിത് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മുടെ മുടി സോഫ്റ്റ് ആകാനും കൂടെ ഹെൽത്തി ആയിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് നമുക്കൊരു കോമ്പ് എടുത്തിട്ട് മെല്ലെ ഒന്ന് മുടി ചീവി കൊടുക്കാം. മെല്ലെ ചെയ്യാവൂ, ഇല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത പാക്ക് ഹെയറിൽ എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുടി ചെറുതായി ഒരു സ്ട്രെയിറ്റൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമുക്കൊരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഒരു മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി 30 മിനിറ്റ് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. You